എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയാണ്. പഴുത്ത മാങ്ങ കൊണ്ടുള്ള പച്ചടി. ഈ മാങ്ങ പച്ചടി നല്ല അടിപൊളി ടേസ്റ്റാണ്. സദ്യയിലെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ ഈ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറിൻ്റെ മാങ്ങയാണെങ്കിൽ നമ്മുടെ പച്ചടിയും അതുപോലെ കളറുണ്ടാവട്ടെ. അതിൻ്റെ മാങ്ങ കുറച്ച് കളർ കുറവാണ്, പക്ഷെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് കളർ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ഞാനിതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോയാൽ മതി. അപ്പോഴേക്കും ഈ പഞ്ചസാരയും ഉപ്പുമൊക്കെ ഈ മാങ്ങയിലേക്ക് പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ടാവും. അതിനുശേഷം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ തേങ്ങയിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചെടുത്തതാണിത്, അതൊരല്പം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി. പിന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതിനെ നമ്മൾ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആ കാശ്മീരി റെഡ് ചില്ലിയും കൂടെ ചേർത്തുകൊണ്ട് ഇതിന് നല്ല ഭംഗിയുള്ളൊരു കളറും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടീസ്പൂണോളൊക്കെ ആട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കടുകും കൂടെ ഇട്ട ശേഷം ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ കടുക് കൂടെ ചേർത്ത് ഇതിനെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് നമ്മൾ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർക്കോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് മാങ്ങയും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഉടച്ചു കൊടുക്കുമ്പോൾ ആ മാങ്ങ അതിലങ്ങ് മിക്സായി ചേരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് എല്ലാ പീസസും അങ്ങ് വല്ലാണ്ട് അങ്ങ് ഉടച്ച് പേസ്റ്റ് ആക്കണ്ട. എന്നാലും അതിൽ കുറച്ച് പീസൊക്കെ നമ്മളൊന്ന് ഉടച്ചിട്ട് ചേർക്കുക. ഉടയ്ക്കാത്ത പീസും കുറച്ച് ഉണ്ടായിക്കോട്ടെ കേട്ടോ. അതിങ്ങനെ കടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തിട്ട് ഒഴിക്കണം. അപ്പോൾ അതിന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ, അതേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇടേണ്ടത് വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 വറ്റൽമുളകാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് ഇട്ട് അതൊന്ന് ഏകദേശം ആയി വരുമ്പോൾ പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിനി റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. പൈനാപ്പിൾ പച്ചടിയൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവില്ലേ, അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതും ഇഷ്ടമാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെയധികം സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സിമ്പിളല്ലേ, കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.